നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതറിയോ, മുള കൊണ്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. മുള ബിരിയാണി. ഞങ്ങൾ 4-5 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ വേണം നമുക്ക്. നമ്മളൊരു 6 മുളൻ്റെ പീസിലാണിത് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നമ്മൾ റൗണ്ട് ഇട്ട് ഇനി കറക്റ്റായി കട്ട് ചെയ്ത് നിർത്താൻ വേണം. കട്ടായി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട്. ഒരു ലക്ഷ്മ നന്നായി കഴുകിയെടുക്കണം. ഭാഗവും പുറമൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. നമുക്ക് പുറമാണ് ശരി കഴുകേണ്ടത്. ഒഴിക്കൂ ലക്ഷ്മ. അതിൻ്റെ ഉള്ളിൽ പിന്നെ വൃത്തികേടൊന്നുമില്ല, അത് നീറ്റായിട്ടിരിക്കണം. ഇതിൻ്റെ അറുത്തതിൻ്റെ തകർത്ത പൊടി ഉണ്ടാവും, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരു മിനിറ്റ് നോക്കാം. ഒന്നുകൂടെ ഞാൻ കൂടെ നോക്കി. മുകളിൽ കഴിക്കലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-2.5 കിലോ ചിക്കൻ ഉണ്ടാവതിൽ. ഓക്കെ, നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാൻ. മതി. ഭയങ്കര കൊഴുപ്പാണ്. നമ്മൾ 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇറച്ചി. നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി പേസ്റ്റാണത്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. കുറച്ച് തൈര് കൂടെ ഒഴിച്ചെടുക്കാം. തൈര് ഒഴിച്ചാൽ നല്ല ഒരു പുളിപ്പുണ്ടാവും. ഇന്നും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലല്ല, അത് തവിടെണ്ണയാണ് സാധനം, തവിടെണ്ണ. നമ്മൾ ഓയിലിൻ്റെ പരിപാടി കുറച്ചതാണ്. നാരങ്ങ പൊടി കൊടുക്കാം, അപ്പോൾ നല്ല പുളിപ്പാവും. കുറച്ച് പച്ചമുളക്, കുറച്ച് പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ ശരിക്കും ഇത് റെസ്റ്റിന് വെക്കാം. ഒരു 1-1.5 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ ശരിക്കും ഇതിന് മസാലയൊക്കെ പിടിക്കണം. നമുക്കിനി അരി ഒന്ന് കഴുകിയെടുക്കാം. സൂപ്പർ അരിയാണ്. നമുക്കൊന്ന് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് അഴുക്കൊന്നുമില്ല, നല്ല അരിയാണ്. നമുക്കിതിന് ഒരു 1/2 മണിക്കൂർ നമുക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് കുതിർന്ന് അടിപൊളിയാവും. അടച്ചു വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. കുറച്ച് ചോറ് റെഡിയാക്കി എടുക്കാണ്ട്. കർപ്പൂരമാണ് അതിനകത്തിരിക്കുന്നത്, പെട്ടെന്ന് തീ കത്തിപ്പിടിക്കും. ചിരട്ടയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് കത്തിക്കാവും. ഓക്കെ, പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ തീ കത്താൻ തുടങ്ങിയിട്ട് ഒരു ചട്ടി വെച്ചോളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കാം. ഇത് വെള്ളത്തിന് അളവൊന്നുമില്ല. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഒരു 1/2 വേവാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. മതി. ഇനി നമുക്ക് വെള്ളത്തിൽ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, തക്കോലം ഇതിട്ട് കുറച്ച് ജീരകമുണ്ട്. ഇനി കുറച്ച് ഓയിലല്ല തവിടെണ്ണ, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കണം. കുറച്ച് ഉപ്പ് കൊടുത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കയറ്റിയിരിക്കുന്നത് നന്നായിരിക്കും, കാരണം ബിരിയാണി ആയതുകൊണ്ട് ലേശം കയറിയിരിക്കണം നല്ലത്. അടച്ചു വയ്ക്കാം, വെള്ളവും തിളയ്ക്കണം.
നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. ഒരു 50% വെന്താൽ മതി, നല്ല ഫുള്ളായി വാങ്ങുന്നില്ല. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പകുതി വെന്ത റെഡി. നമുക്ക് റസ്റ്റിൽ വെച്ച ചിക്കനെ നമുക്ക് ഇതിലാക്കാം. എല്ലാ പീസും എടുക്കട്ടെ. കുറേശ്ശെ മസാല ഇതിനകത്തിട്ടാൽ അരി പകുതി വേവിച്ച് ഇതിനകത്തിടാം. സീറ്റ് കയറ്റി കൊടുക്കാം. നമ്മൾ അരി ഇറക്കിയിട്ടുണ്ട്. സംഭവം ഒരുപാട് വേഗം പാടില്ലേ. പകുതി വന്നിട്ടുണ്ട്, ഇത്രയും വേഗം പാടുള്ളൂ. നമുക്കിതിനകത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫുള്ളായി നിറയ്ക്കാൻ പാടില്ല. അരി കുറച്ചുകൂടി വേകുമ്പോൾ പുറത്ത് വരും. ഒരു മാക്സിമം നമ്മൾ നിറയ്ക്കണം. ഒരു 3/4 ഭാഗം. ഇതിനെക്കുറിച്ച് നമുക്ക് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കണം. അപ്പോൾ ഒരു കളർ കിട്ടാനാണ് ഇത് വരുന്നത്. മതി. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. നമുക്കൊരു പ്ലാച്ചിൽ ഉപയോഗിച്ചത് ഒന്ന് ഇത് ചെയ്യണം, സീൽ ചെയ്യണം. മാവൊക്കെ സീൽ ചെയ്യണം. ഇല വെച്ചതൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഉപയോഗിച്ച് ഒന്ന് സീൽ ചെയ്യണം. അതിനൊക്കെ എയർ വെളിയിൽ പോകാത്ത പോലെ മൈദ ഉപയോഗിച്ച് നല്ലോണം അടച്ച് സീൽ ചെയ്യാം. എയർ പുറത്ത് പോലെ കുറച്ച് നേരം ഇങ്ങനെ സെറ്റായി പോകണം. സെറ്റായി പിന്നെ എയർ പുറത്ത് പോലെ ദമ്മായി. നമുക്ക് കുറ്റിയൊക്കെ ഒന്ന് നിർത്തി വയ്ക്കാം. രണ്ട് സൈഡ് തീ കത്തിച്ചാണ് നമ്മളത് ചുട്ടെടുക്കുന്നത്. റെഡി. കർപ്പൂരം വെച്ച് നോക്കുന്നു, കത്തിച്ച് വിടാം. പിടിച്ചു കിട്ടിയ പിന്നെ ഒരു ചിരട്ടയൊക്കെ വെച്ച് കുറച്ച് അലക പീസൊക്കെ കൊടുത്താൽ അതൊക്കെ പെട്ടെന്ന് കത്തും. ഞാൻ അപ്പുറം കത്തിക്കണം. അത് എല്ലാ ഭാഗവും കത്തണം. അപ്പോഴേ സംഭവം റെഡി. തീയൊന്ന് പിടിക്കട്ടെ. ചുറ്റും തീ കത്തണം, എങ്കിലേ സംഗതി ആകുള്ളൂ. നമ്മുടെ ഉള്ളിൽ സാധനങ്ങൾ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുളയൊക്കെ ഇങ്ങനെ മുളയുടെ ഉള്ളിൽ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടാ. അപ്പോൾ ഉള്ളിൽ നല്ലോണം ചൂടടിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ അർത്ഥം. അല്ലേ, കുറച്ച് നേരം ഇരിക്കണം.
സംഗതി വിറക് മുഴുവനൊന്ന് കത്തി കഴിയണം. ആ കനലൊക്കെ ഒരു ഗ്യാപ്പിലേക്കൊക്കെ തള്ളി വിട്ടാലേ ശരിക്കും അടിയിലാണ് ഇറച്ചിയിരിക്കുന്നത്. അപ്പോൾ ഇറച്ചി വേവുള്ളൂ. ഇറച്ചി വന്നാലേ ബിരിയാണി സൂപ്പറാവുള്ളൂ. നല്ലോണം തീ കത്തുണ്ട്. കത്തണം നല്ലോണം. എന്താണ് നമ്മുടെ മുളൻ്റെ അകത്തുനിന്ന് വെള്ളം വരുന്നത്. ഈ മുളയിലുള്ള ഈ പച്ചമുളയിലുള്ള നീരാണ് ഈ പുറത്ത് ചാടുന്നത്. അപ്പോൾ അത് നല്ല ചൂടായിട്ട് വരികയാണ്. ഇതെല്ലാത്തുനിന്ന് വരും. ഇനി ഇതുണ്ട്, അത് ഇതൊന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. അങ്ങനെ വേഗമൊന്നുമില്ല, അങ്ങനെ ഇതാകൊന്നുമില്ല, കരിഞ്ഞു പോകുന്നില്ല. കനലൊക്കെ മാറ്റാം. അങ്ങനെ എന്തുണ്ടാവും എടുക്കാം. നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ചൂടാണ്, നല്ല മണം വരുന്നുണ്ട്. സംഭവം തുറന്നിട്ട് കഴിച്ചു നോക്കിയാലേ എന്താ സംഭവം എന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പുതിയ മല്ലിയിലൊക്കെ പിടിക്കട്ടെ. ഇത് മൈദ മാവ് നമുക്ക് മാറ്റാം. ഓ വാവോ, എന്താ മണം. അടുത്ത് ഓപ്പൺ ചെയ്യാം. കൊട്ട ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സലാഡ് കുറച്ചുണ്ടാക്കണം. ചുറ്റൂട് അപ്പോൾ ഞങ്ങൾ തുടങ്ങി, പരിപാടി തുടങ്ങി. കുറച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കോഴിൻ്റെ കാലാണ്. പഞ്ഞു പോലെ. ആ അല്ലേ, ഇറച്ചി എങ്ങനെ ഡ്രസ്സായിത്തേ? അടിപൊളിയായിട്ട് സംഭവം ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ മുള ഇങ്ങനെ തിളച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അതിനകത്ത് ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. ലക്ഷ്മണൻ പറയാം എങ്ങനെയുണ്ടെന്ന്? സൂപ്പറായിട്ട്. എങ്ങനെയുണ്ട് ചെറുതേ? അടിപൊളിയായിട്ടാ? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. അത് വെള്ളമോട് വെള്ളമൊക്കെ നമ്മൾ പരമ്പരാഗത രീതിയിൽ മുളൻ്റെ ഇതിൽ ആക്കി വെച്ചിരിക്കണം. നല്ല തണുപ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ നമ്മൾ കാണാം. ബൈ.